ആ വിളിക്കാടാ. ഓ ഞാൻ പറയുമ്പോൾ കേട്ടാ മതി. ആ ഞാൻ വിളിക്കാം. എന്തേര് എന്തേര് തുണി കഴുകണ കഴുകിയ ഞാൻ ഫോൺ വിളിച്ച് ഇങ്ങോട്ട് വന്നോണ്ട് ഇത് കണ്ട്. നീ ആരെ തപ്പിക്കാണ് വയലേക്കത്ര പണിയെടുക്കണത്? ഇത് കഴുകണ്ടേ? അല്ലെങ്കിൽ അവിടെ കിടക്കും. ഓ നീ വാ. എന്ത് പണിയാണ് എവിടെ എടുക്കുന്നത്? ഇവിടെ ആരെ തോപ്പി? ഞാൻ ഇവിടുത്തെ പോണം കേട്ടാണ്. എന്താണ് അവിടെ കാണിക്കുന്നത്? ചേട്ടാ ശരിക്കും എന്താണ് പ്രശ്നം? ഇവിടെ എന്താണ് വൈകാത്താണ്ട് തുണി ഇറക്കി പിടിച്ചോണ്ടിരിക്കുന്നത്? നമ്മൾ ഇത്തുപോലെ സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കോ ഈ ജോലി കിടന്ന്? ചേച്ചി നിനക്ക് എന്താണ് പ്രശ്നം? നീ എന്തൊക്കെയാണ് നീ കാണിക്കണത്? നീ ഞങ്ങളൊക്കെ തീരെ കണ്ണീരിലാഴ്ത്തു. എനിക്കെന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. എനിക്കൊരു പ്രശ്നമല്ല, ഒരു പ്രശ്നമില്ല. അത് പഠിച്ചങ്ങനെ വച്ചിട്ടുണ്ട്. ചേച്ചി വയ്യെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പോണ എന്തിന്? അവിടെ കിടക്കട്ടെ. അത് അവിടെ തന്നെ കിടക്കും. അല്ലെങ്കിൽ കിടക്കട്ടെന്ന് വെക്കണം. കിടക്കട്ടെന്ന് വെക്കണം. അല്ലാതെ ചേച്ചിക്ക് വയ്യ ഞാൻ തുണി കിടന്ന് കൈവിടാന്നല്ല. പറഞ്ഞാ ഞാൻ ചെയ്യുമല്ലോ. പറഞ്ഞാ ചെയ്യാൻ വേണ്ടി ആള് നിൽക്കുകയാണ്, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ. അയ്യോ ഹലോ, ആ കൊച്ചിവിടെ വന്നിരിക്കണ ഇവിടുത്തെ ആൾക്കാരുടെ തുണി കഴുകാൻ വേണ്ടിയിട്ടാണോ? നിന്റെ തുണി കഴുകുവോ? എന്റെ അടുത്ത് പറഞ്ഞാൽ കഴിയും. പറയാത്ത താമസം ഇപ്പൊ കഴിയും. ഇനി മുതൽ അവന്റെ തുണി അവനവൻ കഴുകണം, അത്രേ ഉള്ളൂ. അതെങ്ങനെ? വാശി പിടിച്ച് നിൽക്കല്ലേ എല്ലാ തുണി അവർക്ക് എന്നെ കഴുകണമെന്ന് ഒരൊറ്റ വാശി നിൽക്കേ. അല്ലേ പോട്ടെ, ഒരു വാഷിംഗ് മെഷീൻ മേടിയില്ലേ? പറ്റൂല, വാഷിംഗ് മെഷീനിൽ കൈ അഴുക്ക് പോവില്ലെന്നാണ് പറയണത്. അടിച്ചു നനച്ച് തന്നെ കഴുകണം. അടിച്ചരച്ച് പടവലത്ത് ആറ്റിക്ക് പോയി അടിച്ചരച്ച് ശീലിച്ചു പോയി. എന്താ ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുത്ത് 2-3 ദിവസം അലക്കി ബാക്കി അത് കളഞ്ഞു. ഇപ്പൊ അവിടെ തുരുമ്പെടുത്ത് മൂല കിടക്കേ. അത് നന്നാക്കി തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ നന്നാക്കി തന്നില്ലല്ലോ. രണ്ടാമത്തെ കൊടുത്തില്ല. അതിന്റെ പേര് മറി പണിയോട് പണി പിടിഞ്ഞ പണി. മൂക്കി പിടിക്കുന്നത് മൂക്കില് വന്നോ ചോര വന്നോ? വെള്ളിട്ട് നോക്കിയാണ് തുണി തിരി കയറ്റണം. അപ്പൊ അറിയാൻ പറ്റും. വെള്ള തുണി 2 കമ്പി എടുത്ത് കുത്തി കയറ്റി അപ്പൊ നല്ലോണം ചോര വരും. ഇപ്പൊ രണ്ടുപേരും അമ്മയുടെ മൂക്കിലോട്ട് കയറിപ്പോ. ഇതിപ്പോ ആരുടെയൊക്കെ ഡ്രസ്? ഇതിപ്പോ ആരുടെയൊക്കെ ഡ്രസ്? അതിപ്പോ ബാലുവിന്റെയും കേശുവിന്റെയും പാറുവിന്റെയും. ഇത് എന്റെ ചെക്ക് ഷർട്ട് കഴിയാ. അത് കഴിയാ. അജി അമ്മ എന്റെ ഡ്രസ് ഒന്നും കഴിയേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ. ഒരു ആവശ്യമില്ലാണ് അമ്മ കഴുകിയത്. എന്റെ ഷർട്ട് ഡ്രസ് ഒന്നും കഴിയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തിനമ്മ ആവശ്യമില്ല? ചുമ്മാ ആവശ്യമില്ല കഴിയത്. അപ്പൊ ഇത് ആർക്കും ആവശ്യമില്ലാത്തായിരുന്നു, നേരത്തെ പറയണ്ടായിരുന്നു. ഇല്ലല്ല, ആവശ്യമില്ല കഴിയണ്ടില്ലല്ലോ. എവിടെ പോണു? എന്റെ ചെക്ക് ഷർട്ട് മതിലും കിടന്നു പോയി. കുട്ടാമ്പലോ മോനെ മോളെ മര്യാദക്ക് ബക്കറ്റ് എന്റെ ഷർട്ട് എടുത്തു തരണം കേട്ടോ. കുട്ടമ്പള ചെറുമോനെ, കുട്ടമ്പളരെ മരിപ്പളെ. ബാലുവിന്റെ മോനെ പോയെടുത്തോളത് പൈ നോക്കിക്കൊണ്ടിരിക്കണത്. അച്ഛൻ എന്നെ ഒന്നും വിളിച്ചില്ല. വിളിച്ചില്ലേ? എന്നാ ബാലുവിന്റെ മോളും ചെല്ല്.